ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ യുദ്ധം ആരംഭിച്ചപ്പോൾ പറഞ്ഞത് കൂടി 2 ആഴ്ച ഞങ്ങളതിന് മുമ്പേ നിരപ്പാക്കും എന്നൊക്കെയായിരുന്നു. ഫെബ്രുവരി 28-നാണ് പരിപാടി ആരംഭിച്ചത്. ഇന്നിപ്പം ഓഗസ്റ്റ് എത്ര 12 മറ്റോ ആയില്ലേ? 12 എന്നിട്ടും ഒന്നും ആവുന്നതുമില്ല. എന്ന് മാത്രമല്ല, ട്രംപിനിപ്പോൾ ആപ്പാടെ പേടിയായിരിക്കുന്നത് ഇറാനെയാണ്. മറുവഴിയിട്ടൊക്കെ ഓടുകയാണ്. നമ്മുടെ നാട്ടിലെ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന നാട്ടുംപുറമായിരുന്ന ഒരു സമയമുണ്ടല്ലോ. നാട്ടുംപുറത്ത് ഒരു കൾച്ചറുള്ള സമയത്ത് ഈ അയൽപക്ക വഴക്ക് വളരെ സാധാരണമാണ്. രാവിലെ ഒരു കോഴി ഇങ്ങോട്ട് കയറുന്നു, അല്ലെങ്കിൽ ഒരാളുടെ പശു ഇങ്ങോട്ട് കയറുന്നു, പട്ടി ഇങ്ങോട്ട് കയറുന്നു. ഇതിൻ്റെ പേരിൽ വാഴയില തിന്നുന്നു. അപ്പോൾ അന്ന് ഈ ഇതൊന്നുമില്ല, നമുക്ക് പിന്നെ മതിലൊന്നുമില്ല, ഗേറ്റ് ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുക. അപ്പം ഇതിൻ്റെ പേര് രാവിലെ ഒരുമിച്ച് വഴക്ക് നടക്കുമ്പോൾ പിന്നെ കുത്തി കുടലുമാല എടുക്കട എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചാത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെല്ലുവിളിക്കും. എന്നിട്ട് അത് അവിടെ അങ്ങ് തീരും. പിന്നെ ഈ വീട്ടുകാരുമായിട്ട് കുറേ നാളത്തേക്ക് ഒരു സഹവാസം കാണത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതിൽ ചീത്ത വിളിക്കുന്ന ഒരാൾ മറ്റേയാളും തമ്മിൽ ഒരേ വഴിയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇടവഴിയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ദൂരേന്ന് കാണുന്ന ഒരാൾ, അല്പം ധൈര്യക്കുറവുള്ള ഒരാൾ, ഉടനെ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്, അതുവഴി കയറി അങ്ങ് പൊക്കളെ. എന്നാൽ ആ വരുന്നവൻ ചിലപ്പോൾ ഇനി കുടലുമാല എടുത്തെങ്കിലോ എന്നുള്ള പേടിയാണ്. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ട്രംപ്. ഇറാനെ പേടിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഭയമായി. ഇയാളുടെ കൊട്ടാരത്തിൽ പോലും ഇയാൾക്ക് വൈറ്റ് ഹൗസിൽ പോലും ഇരിക്കാൻ പറ്റാത്ത. എനിക്കൊരു സംശയമുള്ളത്, ഇരട്ടച്ചങ്കൻ ഇയാളൊക്കെ ഒരു ജീവനി കൊതിയുണ്ട്. യവന്മാര് വല്ല പാട്ടയും പറക്കി എറിഞ്ഞാൽ മതി ഇയാൾ തട്ടിപ്പോവാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പുള്ളി എന്ത് വണ്ടിക്കകത്താ കയറിപ്പോയത്? അത് മറ്റേ കാറ്ററിംഗ് ട്രക്കില് ഫ്ലൈറ്റ്. ഇതെന്താ സംഭവം? എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ജൂലൈയിൽ അവസാനം തുർക്കിയിൽ വെച്ചാണ് നാറ്റോ ഉച്ചകോടി നടന്നത്. അമേരിക്ക പങ്കെടുക്കണമല്ലോ, സ്വാഭാവികമായി അദ്ദേഹം അവിടെ പങ്കെടുക്കാനെത്തി. ഇത്തവണ പങ്കെടുക്കാനെത്തിയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഖത്തർ സർക്കാർ രാജകുടുംബം ഒരു വിമാനം സമ്മാനിച്ചിരുന്നല്ലോ. നമ്മൾ സ്വന്തമാക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വിമാനം കിട്ടി. ഇതിനെ കൊണ്ട് അദ്ദേഹം കംപ്ലീറ്റ് മാറ്റി അതിനെ എയർഫോഴ്സ് നമ്പർ 1 എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനത്തെ അറിയപ്പെടുന്നത്. ഇതിനെ ഒരു എയർഫോഴ്സ് നമ്പർ 1 ആക്കി പുള്ളി. ആക്കി അതിൽ കയറിയാണ് പുള്ളി പത്രക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് തുർക്കിയിൽ പോയത്, അങ്കാറയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഗതി ഒരു വശക്കേടാണെന്ന് മനസ്സിലായത്. ഈ വിമാനം, ഈ എയർഫോഴ്സ് ശരിക്കും എയർഫോഴ്സ് 1 ഉണ്ടല്ലോ, അതിൽ വേണ്ടുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഈ വിമാനത്തിനില്ല. മിസൈൽ വന്നാൽ തട്ടിപ്പോവും, മിസൈൽ വന്നാൽ അടിച്ചാൽ പോവും. അപ്പോഴാണ് അമേരിക്ക ചിന്തിക്കുന്നത് ഇത് അപകടമാണല്ലോ. ഈ ഇറാൻ്റെ അതിർത്തി രാജ്യമാണ് തുർക്കി. അപ്പം ഇറാൻ്റെ ഒരു ഗംഭീര മിസൈലുകൾ ഇരിപ്പുണ്ട്. തുർക്കി കൂടെ പോയവർ അടിച്ചു വെടുത്താനുള്ള സംവിധാനം അവരൊക്കെ ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവർ ഒറ്റ വഴിയെ കണ്ടുപിടിച്ചോളൂ. അവർ വേറൊരു വിമാനം വെച്ചു, ഒരു C-32A എണ്ണത്തിൽപ്പെട്ട ഒരു പട്ടാളം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വിമാനമാണെന്നാണ്. എന്തായാലും ആ വിമാനം പതുക്കെ തുർക്കിയിലേക്ക് എത്തിച്ചിട്ട് ട്രംപ് പത്രക്കാരെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കൂട്ടിക്കൊണ്ട് ശരി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറുന്നു. കയറി കഴിഞ്ഞതിന് ശേഷം ഈ അടുത്ത് ചെയ്യുന്നത് ഇയാൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നടത്തുന്നത്. ഒരു കാറ്ററിംഗ് ട്രക്ക് വിമാനത്തിൽ നമ്മളറിയാലോ, ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന വലിയ ഭക്ഷണം നിറയ്ക്കുന്ന സാധനം വരുന്നുണ്ട്. ഇത് വന്ന് മറഞ്ഞിരിക്കുകയാണ്. അതിനു മുമ്പേ ഈ വിമാനത്തിലെ ജീവനക്കാർ വന്നിട്ട് ഇതിൽ യാത്രക്കാരോട് എല്ലായിടത്തും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ആ വിൻഡോ ഷെയ്ഡ് ഉണ്ടല്ലോ, വിമാനത്താവളത്തിൻ്റെ വിമാനത്തിനകത്തുള്ള വിൻഡോ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, താഴ്ത്താലോ, ഇതെല്ലാവരും മസ്റ്റാരും താഴ്ത്തിയിടണമെന്ന് പറഞ്ഞു. എല്ലാവരും വിൻഡോ ഷെയ്ഡൊക്കെ താഴ്ത്തിയിട്ട് എന്തോ വലിയ സംഭവമായിരിക്കും എല്ലാവരും വിചാരിച്ചു. ട്രംപിനെ പതുക്കെ വെള്ളിലോട്ട് അങ്ങ് ഇറക്കി, മറുവഴി കൂടെ ട്രക്കിനകത്തോട്ടം കയറ്റി കൊണ്ടുപോയി നേരെ മറ്റേ വിമാനത്തിൽ കയറി, മറ്റേ C-32 കയറി. അത് പിന്നെ അതും പറക്കുന്നു. എയർഫോഴ്സ് ആദ്യം പോയി പത്രക്കാരെ കൊണ്ട്. അപ്പോൾ ഈ പത്രക്കാരും ഉദ്യോഗസ്ഥന്മാരും വിചാരിക്കുന്ന ട്രംപ് ഇതിൽ തന്നെ ഉണ്ടെന്നാണ്. ഇവരോട് ചെന്ന് ഇറങ്ങി സമയം എടുക്കുമല്ലോ, അപ്പോഴേക്കും മറ്റേ വിമാനം വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ട്രക്കിൽ കയറി അതിന്റെ ഒരു സൈഡിൽ കൂടെ ചെന്ന് ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്നു. ആ വിമാനത്തിൽ കൂടെ തന്നെ കൈയും വീശിക്കൊണ്ട് പുള്ളി ഇറങ്ങി വരികയാണ്. ഇത് ആരും മനസ്സിലാക്കിയില്ലായിരുന്നു. പിന്നീട് അത് പുറത്തായതാണ് ഈ സംഭവം. അത് അവിടുന്ന് തന്നെ വാർത്ത വന്നു, അവസാനം അവർക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നു. സംഭവം ശരിയാണ്, സംഭവം സ്ഥിരീകരിച്ചു. വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ ചുമ്മാ ഇരുന്നിടത്ത് ചുണ്ണാമ്പ് വെച്ചു എന്ന് പറഞ്ഞല്ലേ, വെറുതെ ഇരുന്ന ഇറാനെ കയറി ചൊറിയാൻ പോയി. ഇപ്പൊ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. ഇത് പിടി വിടാൻ പറ്റുമോ? പിടിവിടാൻ പറ്റത്തില്ല. വിടാൻ അവര് സമ്മതിക്കുകയില്ല. അല്ല, ആലോചിക്കാൻ വേണം, ഇറാൻ പോലത്തെ ഒരു രാജ്യത്ത് അമേരിക്ക ലോക പോലീസാണല്ലോ, ലോകത്ത് എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കും. ലോക പോലീസിന്റെ DGP ഇവരെ പേടിച്ച് അവളെ പേടിച്ച് ഈ വഴിയാരും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ്. ഇപ്പം
വേറെ വിമാനത്തിൽ കയറി പോകുക പറഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയിൽ വലിയ തോതിലുള്ള വിമർശനത്തിനിടയാക്കിയതാണ് ഇപ്പം. മാത്രമല്ല ഈ ട്രംപ് ഈ കൂടെ വന്ന പത്രക്കാരെയും ഉദ്യോഗസ്ഥന്മാരെ പറ്റിച്ചു എന്നും പറഞ്ഞു, ചതിച്ചു എന്നല്ലേ പറയണത്. ശരിക്കും ഈ വിമാനം പോകുന്ന വഴിക്ക് ഈ വിമാനത്തിൽ ഇറാൻ മിസൈൽ വെച്ചിരുന്നെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊല്ലപ്പെടുമായിരുന്നു. മാത്രമല്ല ട്രംപ് മറ്റേ വിമാനത്തിൽ കയറിയപ്പോഴത്തേക്കും അവരൊരു കാര്യം ചെയ്ത്, അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് ഉണ്ട്, അയാളെയും കൂടെ ആ വിമാനത്തിൽ തന്നെ കയറ്റി, ട്രംപിൻ്റെ ഒപ്പം തന്നെ കയറ്റി. അപ്പം ഇതിലുള്ള പാവപ്പെട്ട പത്രക്കാരും കുറേ ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ എയർഫോഴ്സ് വണ്ണിലുള്ളത്. ആക്രമണം നടന്നിരുന്നെങ്കിൽ ഇവരെല്ലാവരും കാര്യത്തിൽ തീരുമാനമാകുമായിരുന്നു. ഇതേതായാലും ഇറാൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, അവർ അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞാണില്ലായിരിക്കും അടിച്ചയച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും പേടിച്ചു തൂറിയായ പേടിത്തൊണ്ടനായ ഒരാളാണ് ലോകത്തെ വിറപ്പിക്കാനാന്ന് പറഞ്ഞ് നടക്കുന്നത്, എന്നിട്ട് സ്വയം വിറയ്ക്കുകയാണ്. ഇവിടെ ഇരട്ടച്ചങ്കമാര് നടന്ന പോലെ അത് തന്നെയാണ്. പിണറായി വിജയനും ട്രംപും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു സാമ്യം. രണ്ടുപേർക്കും ഭയമാണ്. അവർ നാട്ടുകാരെ മൊത്തം വിറപ്പിക്കും, പക്ഷെ അവർക്ക് മുടിഞ്ഞ പേടിയാണ്. അത് ലോകത്തുള്ള ഈ വലിയ ഈ എല്ലാവരും വിറപ്പിക്കുന്ന ആളെന്ന് പറയുന്നില്ലേ, അവരുടെ സ്വയം ഭീരുക്കളാണ്. ഹിറ്റ്ലർ വീരുവായിരുന്നതാണ്. ഹിറ്റ്ലർക്ക് ഈ പാറ്റയും കണ്ടേ യാതൊരു ജീവിയെ കണ്ടാൽ ഭയങ്കര പേടിച്ച് വിളിച്ചോണ്ട് ഓടി വരുന്നത്. അതെ അതെ അതെ. അപ്പൊ അതുപോലത്തെ ഒരാളായിരുന്നു എന്ന് പറയാം. അപ്പൊ ഇവരെല്ലാവരും പ്രശ്നം ഇതാണ്. പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു വിപുലമായ സംവിധാനമുള്ള ഒരു രാജ്യത്ത് മാത്രമല്ല എന്തുകൊണ്ട് ഇവർ ഈ വിമാനം എടുത്തോണ്ടോ എന്നുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ഇങ്ങോട്ട് പറക്കുന്നതിന് മുമ്പ് ഈ വിമാനത്തിൽ മറ്റേ വിമാനത്തിൻ്റെ എയർഫോഴ്സ് വണ്ണിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഇല്ലെന്ന് ഒരു വെരിഫൈ ഉണ്ട്. മാത്രമല്ല വരുന്നത് തുർക്കിയിലേക്കാണ്, ഇത് ഇറാൻ്റെ അയൽ രാജ്യമാണ്, ഇറാൻ വേണമെങ്കിൽ ആക്രമിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അമേരിക്ക പോലുള്ള ഇത്രയും വലിയ പിന്നെ സെറ്റപ്പുള്ള ഒരു രാജ്യത്തിന് ഇതൊന്നും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതെ. പക്ഷേ ഒരിക്കലും ഇസ്രായേലിന് ഇങ്ങനെ താമസമൊന്നും പറ്റില്ല കേട്ടോ. അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ നെതന്യാഹു ഇങ്ങനെ പോകണമെങ്കിൽ വളരെ കൃത്യമായിരിക്കും, നേരത്തെ പ്ലാൻ ചെയ്ത് അവിടെ എന്താണ് ഈ മൊസാദ് നല്ല കംപ്ലീറ്റ് കാര്യവും ക്ലീൻ ആക്കിയിട്ട് വണ്ടി വിടുള്ളൂ. ഇതിപ്പോൾ ആപ്പാടെ നാണംകെട്ട പരിപാടിയായിപ്പോയി. ട്രംപിന് ഇത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. ട്രംപിന് നമുക്കറിയാം ദേഷ്യം വന്ന പച്ചത്തരിയാണ് പുള്ളി പറയാറുള്ളത്. ഇതിന് മിക്കവാറും മാധ്യമത്തെ ചോദിക്കുകയാണെങ്കിൽ ഇയാൾ മിക്കവാറും തെറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അവന്മാരെന്നെ പറ്റിച്ചു, കാര്യം കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ എന്നെ ചതിച്ചു എന്ന രീതിയിലായിരിക്കും പുള്ളി പറയാൻ പോകുന്നത്. അതാ. എന്നിട്ടാണ് ഇയാളിപ്പം എന്താ, ഞങ്ങൾ യുദ്ധം നിർത്താം, വെടി നിർത്താം, നിങ്ങൾക്ക് വേണമെങ്കിൽ വെടി നിർത്താം, ഞങ്ങൾ തൽക്കാലം ഇന്നത്തേക്കൊന്ന് നിർത്തി വെച്ചിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. അപ്പം മറ്റവർ പറയും വേണ്ട, വേണ്ട, നിങ്ങളങ്ങ് തുടങ്ങിക്കോ, തുടർന്നോ, അല്ല ഏയ് വേണ്ട, അങ്ങനെ പറയരുത്, നമുക്ക് വേണേൽ കുറച്ചാൾ നിർത്തി വെക്കാം. ഇപ്പം എന്താണ് അവസ്ഥ ശരിക്കും? അത് ശരിക്കും പറഞ്ഞല്ലേ, ഇതിപ്പോൾ തൽക്കാലം അങ്ങോട്ട് ആക്രമിക്കുന്നില്ല എങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളത് ഒരു സത്യമാണ്. ഇറാനെ ഈ അമേരിക്ക വളരെ നിസ്സാരന്മാരായി കണ്ടു. ലോകത്ത് നമുക്ക് മനുഷ്യർക്ക് സംഭവിക്കാമല്ലോ, നമ്മളിപ്പോൾ നിസ്സാരന്മാരെ കാണുന്ന പോലെ ശക്തിവാനായിരിക്കും, നമുക്കറിയാൻ പറ്റില്ലായിരിക്കും. അതിനിവിടെ സംഭവിച്ചു. മാത്രമല്ല ഇസ്രായേൽ ഇല്ല പിന്നെ പ്രധാനമന്ത്രി നെതന്യാഹു ട്രംപിനിടയ്ക്ക് വന്ന് കണ്ടിരുന്നു. അതിനിടയ്ക്ക് ഒരു വാർത്ത പറഞ്ഞിരുന്നു, ട്രംപിനെ കൊല്ലാൻ ഇറാൻ അങ്ങ് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ്. നമ്പർ 1 അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ്, അതുകൊണ്ട് ഇയാളെ കൊല്ലാൻ ഏത് വഴി നമുക്ക് നോക്കണം എന്നുള്ള ഇറാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതനുസരിച്ച് ട്രംപിന് ഇപ്പോൾ പേടി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം ആക്രമണം എവിടെ കൂടെ വരണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അത് ഭയത്തിലാണ്. എന്താണെങ്കിലും ഓർത്തോണം, ലോക പോലീസ് എന്ന് പറഞ്ഞു നടക്കുന്ന അമേരിക്ക കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് പോലീസല്ല, പുലിയല്ല, എലിയാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാനെ പോലൊരു രാജ്യം. അമേരിക്കൻ പ്രസിഡന്റ് കാറ്ററിംഗ് വണ്ടി ട്രക്കിൽ കയറി അടുത്ത വിമാനത്തിൽ കയറി പറ്റിയെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അത് അവർ താഴോട്ട് പോയി എന്ന് നമ്മൾ ആലോചിക്കണം.